നമുക്ക് ഈ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ അത് ഒരു പ്രത്യേക സുഖമാണ്. അത് ചെറുതും വലുതുമാക്കി ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാടുണ്ട്. എന്നാൽ ഒരു ക്ഷേത്രം അതിനോട് ചേർന്ന് തന്നെ ഒരു വെള്ളച്ചാട്ടം, അങ്ങനെ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ് കോട്ടയത്തെ ഒരു പ്രത്യേക ഇടം. അവിടെ ടോബി ജോൺസൺ പോയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ കോട്ടയം കളത്തൂരിലെ അരുവിക്കൽ വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ തേടിയാണ് നമ്മുടെ അടുത്ത യാത്ര. അരുവിക്കൽ ശ്രീ ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നിരവധി വിശേഷണങ്ങളുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ക്ഷേത്രവും വെള്ളച്ചാട്ടവും കാണാൻ നിരവധി ആളുകൾ അവിടെ എത്തുന്നുമുണ്ട്. അപ്പോൾ റെഡിയല്ലേ? നേരെ കോട്ടയത്തെ. കോട്ടയം ജില്ലയിലെ കാണക്കാരി പഞ്ചായത്തിലുള്ള കളത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വൈറലായ അമ്പലവും വെള്ളച്ചാട്ടവും ഉള്ളത്. കോട്ടയത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ യാത്രയുണ്ട്. എന്തായാലും ആ മനോഹര കാഴ്ച കാണാൻ നമുക്ക് ഒന്നിച്ചു പോകാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ മനോഹര ദൃശ്യങ്ങൾ. കളത്തൂർ എന്ന് പറയുന്ന ശാന്തസുന്ദരമായ ഗ്രാമം, അവിടെ മനോഹരമായ ഒരു അമ്പലം, മുന്നിൽ വെള്ളച്ചാട്ടം. അത്രമേൽ മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. മഹാദേവനും സുബ്രഹ്മണ്യ സ്വാമിക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു അമ്പലമാണ് ഈ അരുവിക്കൽ അമ്പലം. അതുകൊണ്ട് തന്നെ ഒരുപാട് ഐതിഹ്യങ്ങളും പറയാനുണ്ട്. കർക്കിടക ദിവസം ബലിയിടാനും മറ്റും നിരവധി ആളുകളാണ് ഈ അമ്പലത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. പണ്ട് കാലത്ത് ഏറ്റുമാനൂർ പ്രദേശവും വനമായി കടന്ന കാലയളവിൽ വില്യമംഗലം സ്വാമിയാർ എന്നൊരു സന്യാസി പറയുന്ന ഏറ്റുമാനൂർ വരികയും തൻ്റെ ദേശസഞ്ചാരത്തിനിടയിൽ ഏറ്റുമാനൂർ വരികയും ശിവചൈതന്യം ഉണ്ടെന്ന് അനുഭവിച്ചറിയും താൽക്കാലിക പൂജയ്ക്കായിട്ട് അരുവിക്കൽ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പണിതതായിട്ടാണ് സങ്കല്പം. അന്ന് ഈ ക്ഷേത്രം ഒരു വലിയ ഗുഹയ്ക്കടിയിലാണെന്ന് പറയപ്പെടുന്നു. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രധാനമായ ഒരു കാര്യം, നമ്മുടെ ഈ ക്ഷേത്രത്തിനെ വലം വച്ച് ഒഴുകുന്ന ഒരു അരുവിയാണ്. ഈ കാണുന്ന വെള്ളച്ചാട്ടം തന്നെയാണ് അരുവിക്കൽ അമ്പലത്തെ കൂടുതൽ സുന്ദരിയാക്കുന്നത്. വേനൽക്കാലത്തെ 2 മാസങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ ദിവസവും ഈ വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മഴക്കാലത്തെത്തിയാൽ അതിമനോഹരമാണ് ഇവിടുത്തെ ദൃശ്യങ്ങൾ. നിരവധി ആൽബങ്ങളും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടും നടക്കുന്ന ഒരു സ്ഥലമായി ഈ അരുവിക്കൽ മാറിയിട്ടുണ്ട്. എന്തായാലും നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു കൂട്ടം കലാകാരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊരു ആൽബം ഷൂട്ടിന് എത്തിയതാണ്. എന്നോടൊപ്പം ഒരു ഓട്ടംതുള്ളൽ കലാകാരനുണ്ട്. ഈ സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഇവിടെ ഒരു പ്രകൃതി സൗന്ദര്യം തന്നെ. കാരണം ഇത്രയും വെള്ളം പരന്നൊഴുകുന്ന ഈ വെട്ടുകല്ലിൻ്റെ മുകളിൽ കൂടെ, അപ്പം അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടം, ഇതിനടിയിൽ കൂടി ഒരു വലിയ ഗുഹയുണ്ടെന്നാണ് പറയുന്നത്. അത് വേറെ സ്ഥലത്ത് ഈ വെള്ളം ചെന്ന് വീഴുന്നതെന്ന് പറയുന്നു. മഴക്കാലം തുടങ്ങിയ ആ സമയത്തോട്ടാണ് ഒത്തിരി റീൽസും വന്ന് അങ്ങനെ നമ്മളത് പോസ്റ്റ് ചെയ്തു.
റീൽസ് ഇടുന്നവർ പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഒത്തിരി റീലും പിന്നെ യൂട്യൂബേഴ്സും എല്ലാം വന്നാണ് ഇങ്ങനെ ഇത്രയും വൈറലായിപ്പോയത്. ഒരു മാസത്തേക്കായിരിക്കും ചിലപ്പോൾ ഇവിടെ വെള്ളം ഇല്ലാണ്ട് അത്രയും വേനൽ വന്നാൽ പറ്റിപ്പോകും. അല്ലെങ്കിൽ ഇത് നാച്ചുറലായിട്ട് വരുന്ന ഇതിപ്പം വെള്ളം കൂടിക്കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുന്ന സ്ഥിതി വരെ എല്ലാ കൊല്ലവും തന്നെ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് മഹാദേവനും സുബ്രഹ്മണ്യ സ്വാമിയും ഒരുമിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടെ, അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അന്യ ജില്ലയിൽ നിന്നെല്ലാം വന്ന് ഇവിടുത്തെ പ്രകൃതി രമണീയമായ ഈ സ്ഥലവും എല്ലാം കണ്ട് വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും ഇവിടുന്ന് വന്ന് പോകുന്നത്. ശനി ഞായറുമാണ് ഈ സ്ഥലത്ത്, ഈ വെള്ളച്ചാട്ടത്തിലും ഈ അമ്പലത്തിലും എല്ലാം വളരെ കൂടുതൽ ആൾക്കാർ വരുന്നത്. വളരെ സുരക്ഷിതമായി ഒരു വെള്ളച്ചാട്ടം കാണാമെന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. എന്തായാലും അരുവിക്കൽ അമ്പലത്തിന് മുന്നിലുള്ള ഈ വെള്ളച്ചാട്ടം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. അപ്പോൾ അരുവിക്കൽ ക്ഷേത്രത്തിലെ ആ രസമുള്ള കാഴ്ച അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും വെള്ളച്ചാട്ടം തൊട്ടടുത്ത് തന്നെയുള്ളൊരു ക്ഷേത്രം, അത് എനിക്ക് തോന്നുന്നു മറ്റെവിടെയും ഇല്ലാന്ന് തോന്നുന്നു. ഈ രീതിയിൽ വലിയ അപകട സാധ്യത വളരെ കുറവുള്ളൊരു ഇടം കൂടിയാണ് എന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ആ ക്ഷേത്രം ദർശിക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ആ സുഖവും നമുക്ക് ആസ്വദിക്കാം.